ധന്യ, ഈ ചില കറൻസി നോട്ടുകളുടെ സീരിയൽ നമ്പർ അത് ചിലരുടെ ഈ ജന്മദിനവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി വലിയ ഡിമാൻഡ് ഉണ്ട്. ചിലപ്പോൾ 1 രൂപയുടെ നോട്ടിന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത പ്രതിഫലം കിട്ടിയെന്നിരിക്കും. കാരണം ചിലപ്പോൾ ആ 1 രൂപ നോട്ടിലായിരിക്കും ഏതെങ്കിലും ധനാഢ്യന്റെ ജന്മദിനമോ അല്ലെങ്കിൽ അയാളുടെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ജന്മദിനമോ ഒക്കെ വരിക. അപ്പോൾ അത്തരം നോട്ടുള്ളവർക്കൊക്കെ മോഹവിലയാണ് ചോദിക്കുക. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് ഏതാണ്ട് 20 രൂപ നോട്ട് കൈവശം വെക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ലക്ഷപ്രഭു ആകാം. എന്താ സംഭവം? 20 രൂപ നോട്ട് അതാ നമ്മൾ ഇപ്പോൾ ഫോട്ടോയിൽ കാണിക്കുന്ന ആ 20 രൂപ തന്നെ വേണം. അല്ലാത്ത 20 രൂപയും കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഈ പുതിയ 20 രൂപ നോട്ട് ഒന്നല്ലേ, പച്ചയും വെള്ളയും ഒക്കെ ഉള്ള അതല്ല, നമ്മുടെ പഴയ ചുമന്ന കളർ 20 രൂപ നോട്ടുണ്ടല്ലോ, സുരേഷ് വിത്ത് രശ്മി എന്നൊക്കെ അതെ അതെ, ആ 20 രൂപ നോട്ടുണ്ടെങ്കിലേ കാര്യമുള്ളൂ. അല്ലാത്തവരാരും ഇവിടെ വന്നിട്ട് വഴക്കും അടി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കരുത്. അല്ല, പണ്ട് പാവപ്പെട്ടവന്റെ പ്രണയലേഖനം എഴുതുന്ന മെയിൻ പരിപാടിയായിരുന്നു, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സുകളിൽ. നമുക്ക് പ്രണയിച്ചിട്ടില്ലാത്തത് നമുക്ക് അറിയില്ല. എന്തായാലും ഇതൊന്ന് നോക്കാം എന്താ സംഭവം എന്ന്. പഴയ നാണയങ്ങളും കറൻസി നോട്ടുകളും ശേഖരിച്ചു വെച്ചിരിക്കുന്ന ശീലമുണ്ടോ എങ്കിൽ നിങ്ങളെ തേടി ഒരു സുവർണ അവസരം എത്തുകയാണ്. അതായത് 4 ലക്ഷം രൂപ വരെ നിങ്ങളുടെ ശീലം കൊണ്ട് സ്വന്തമാക്കാവുന്നതാണ്. അതായത് ഈ പഴയ നോട്ടുകൾ സൂക്ഷിച്ചു വെക്കുന്ന ശീലം കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പഴയ നാണയങ്ങളുടെയും നോട്ടുകളുടെ ഡിമാൻഡ് കൂടിയിരിക്കുകയാണ്. അതിനാൽ തന്നെ പല സ്ഥലങ്ങളിലും പഴയ നോട്ടുകൾ സ്വന്തമാക്കുന്നതിനായി വൻകിട കമ്പനികൾ ലേലം സംഘടിപ്പിക്കാറുണ്ട്. പഴയ 20 രൂപ കൈവശമുള്ളവർക്കും ലക്ഷങ്ങൾ സ്വന്തമാക്കാം. 20 രൂപയുടെ നോട്ടുകൾ നിങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചില പ്രധാന വ്യവസ്ഥകൾ അറിയേണ്ടതുണ്ട്. ഡിമാൻഡുള്ള നോട്ടിന്റെ പ്രത്യേകതകൾ അറിയാൻ ശ്രമിക്കുക. പിങ്ക് നിറത്തിലുള്ള 20 രൂപയുടെ നോട്ടുകൾക്കാണ് ഡിമാൻഡ്. നോട്ടിന്റെ 3 അക്ക സീരിയൽ നമ്പർ 786 അതായത് 786 ആയിരിക്കണം. മഹാത്മാഗാന്ധിജിയുടെ ചിത്രവും നോട്ടിൽ യഥാസ്ഥാനത്ത് അടിച്ചിരിക്കണം. ഓൺലൈൻ മുഖേനയാണ് നോട്ടുകളുടെ വിൽപ്പന നടക്കുന്നത്. 3 നോട്ടുകളാണ് വിൽക്കുന്നതെങ്കിൽ 12 ലക്ഷം രൂപ വരെ സമ്പാദിക്കാം. അപ്പൊ ഈ 3 കാര്യങ്ങൾ നോക്കണം. അതായത് നോട്ടിൽ 3 അക്ക 20 രൂപയുടെ പിങ്ക് നിറത്തിലുള്ള നോട്ടായിരിക്കണം. നോട്ടിൽ 3 അക്ക സീരിയൽ നമ്പർ 786 എന്ന് എഴുതിയിരിക്കണം. മഹാത്മാഗാന്ധിജിയുടെ ചിത്രം നോട്ടിലെ യഥാർത്ഥ സ്ഥാനത്ത് ഉണ്ടായിരിക്കണം. 3 നോട്ടുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള 3 നോട്ടുകൾ കയ്യിലുണ്ടെങ്കിൽ 12 ലക്ഷം രൂപ വരെ കിട്ടും. ഇത്തരത്തിൽ നോട്ടുകൾ കൈവശമുള്ളവ ക്യുക്കർ എന്ന വെബ്സൈറ്റിൽ എന്ന സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന വെബ്സൈറ്റിൽ വിൽപ്പനയ്ക്കായി രജിസ്റ്റർ ചെയ്യണം. ഇതിനുശേഷം നിങ്ങൾ നോട്ടിന്റെ ചിത്രം സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിനിധികൾ നിങ്ങളെ ബന്ധപ്പെടും. അതേസമയം പല തട്ടിപ്പുകളും ഇതിലൂടെ നടക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു വേണം ഇതൊക്കെ കൊടുക്കാനും ഇടാനും ഒക്കെ ശ്രമിക്കാം. 786 ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്, വിശുദ്ധ നമ്പറാണ്. വ്യാജ സൈറ്റുകളിലൂടെ നിങ്ങളെ സമീപിക്കുന്നവർ ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയ രേഖകൾ ആവശ്യപ്പെട്ടേക്കാം. നോട്ടുകൾ വിൽക്കുമ്പോൾ നിങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ നൽകരുത്. അത്തരത്തിൽ നിങ്ങൾ വഞ്ചിക്കാൻ ഇരയായാൽ വെബ്സൈറ്റ് പ്രതിനിധികൾ ഉത്തരവാദികളല്ല. ഞങ്ങളും വാർത്ത പറഞ്ഞു എന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇതിലൊരു ഉത്തരവാദിത്വവും ഇല്ല. പഴയ കറൻസി നോട്ടുകളും നാണയങ്ങളും വാങ്ങാനോ വിൽക്കാനോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഔദ്യോഗികമായി അനുമതി നൽകുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അല്ല, ഈ പഴയ നോട്ടെന്ന് പറയുമ്പോൾ പഴയ 500ന്റെ 1000ന്റെ നോട്ട് പലരും ഇപ്പൊ കൈവശം വെച്ച് ഇരിപ്പുണ്ട്. ചിലരത് ഏതെങ്കിലും കാലത്ത് മാറ്റി വാങ്ങാൻ സാധ്യതയുണ്ടോ എന്ന് കരുതി നിൽക്കുന്നവർ തൽക്കാലം അവർ നിരാശപ്പെടേണ്ടി വരും. അതെ, 20 രൂപ 20 രൂപ ഇപ്പൊ ആരും നോട്ട് കൊണ്ട് നടക്കാറില്ലല്ലോ. ഇപ്പൊ എല്ലാവരും ഡിജിറ്റൽ അല്ലേ. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ഈ മതത്തിന്റെ കാര്യം എന്താ പറഞ്ഞത്, എനിക്കത് മനസ്സിലായില്ല. അത് 786 ഒരു ഭാഗ്യ നമ്പറാണ് മതവിശ്വാസ പ്രകാരം. അത് മുസ്ലിങ്ങൾക്കും അതെ, ഹിന്ദുക്കൾക്കും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ തോന്നുന്നത്. 786 ഭാഗ്യ നമ്പറാണ്. ഇപ്പോ 369 നമ്മുടെ 396 അല്ലേ മമ്മൂട്ടിയുടെ നമ്പർ 396. അപ്പൊ ഇതേപോലെ ചിലർക്ക് എൻ്റെ വണ്ടിയുടെ നമ്പർ 391 കേട്ടോ. അങ്ങനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചിലർക്ക് ചില വിശ്വാസങ്ങളുടെ പേരിലാണ് ഈ നോട്ടുകൾ. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ചില വൻ സെലിബ്രിറ്റികളുടെയൊക്കെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട് ആ സീരിയൽ നമ്പർ ജന്മദിനമായിട്ടൊക്കെ ഒത്തുവരികയാണെങ്കിൽ ചിലർക്കൊക്കെ അങ്ങനെ ബമ്പറടിച്ചതായിട്ടുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരം സാധ്യതകളുണ്ട്. ഇപ്പൊ അത്തരത്തിൽ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട കറൻസികൾ വാങ്ങാനും വിൽക്കാനും അതിനും വേണ്ടി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അതിനും വലിയ ഡിമാൻഡുകളുണ്ട്. ഈ പഴയ നോട്ടുകളൊക്കെ വാങ്ങിയിട്ട് ഇവരെന്താ ചെയ്യുന്നേ?
ഇല്ല, ഇത് ഏറിയ പങ്കും ഇതൊരു കൗതുകത്തിന് വേണ്ടിയിട്ടാണല്ലോ. ഇത് ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തൊക്കെ വാങ്ങുന്നത്. അതായത് അവരുടെ ജന്മദിനം അച്ചടിച്ച ഒരു നോട്ട് അത് പലരും വാങ്ങി മറ്റുള്ളവർക്ക് പ്രസന്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. ചിലരത് മേടിച്ച് അവരുടെ സ്വകാര്യ സൂക്ഷിപ്പുകളായിട്ട് വെക്കാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുടക്കാൻ പൈസ ഉള്ളവനേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഈ ചിലര് ലക്ഷങ്ങൾ മുടക്കി വാഹനം മേടിച്ച് കോടികൾ മുടക്കി ഫാൻസി നമ്പർ വാങ്ങുന്ന ചരിത്രം ഉണ്ടല്ലോ. അപ്പൊ അതേപോലെ ചിലരുടെ, അതായത് പൈസ കയ്യിലിരുന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ബുദ്ധിമുട്ടുന്നവരാണ് ഇത്തരം കാര്യങ്ങളുടെ പുറകെ പോവുക. പാവങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് സഹായിക്കാൻ തോന്നിയാൽ എന്റെ പാവങ്ങൾ ഇവിടെ ഉണ്ട്, സഹായിക്കാം. ഗൂഗിൾ പേ നമ്പറൊക്കെ അതെ, ഈ 12 ലക്ഷം രൂപയൊക്കെ ആർക്കെങ്കിലും കൊടുത്ത് അത്ര പൈസ ഇരിക്കണവർക്ക് സഹായിക്കണവർക്ക് തോന്നിയാൽ ഇവിടെ കബോൺ. എന്തായാലും 20 രൂപ നോട്ടുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. നിങ്ങളുടെ ഈ പിങ്ക് കളറായിരിക്കണം, 786 ഈ നമ്പർ കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഗാന്ധിജിയുടെ തല കൃത്യസ്ഥാനത്ത് അച്ചടിച്ചിരിക്കേ വേണം. ഗാന്ധിജി കണ്ണട വെച്ചിട്ടുണ്ടോ പ്രത്യേകം നോക്കേ വേണം. അപ്പൊ അങ്ങനെയുള്ള നോട്ടുകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് വില കിട്ടും. ഇല്ലെങ്കിൽ നോക്കേണ്ട കാര്യമില്ല, നോക്കണ്ട. പണ്ട് നോട്ട് നിരോധനമൊക്കെ വന്ന സമയത്ത് ഇതുപോലെ പൂഴ്ത്തി നോട്ടൊക്കെ വെച്ചിരുന്നില്ല, അവർക്കൊക്കെ അടി കിട്ടിയ സമയമാണ് ഇപ്പൊ ഓർമ്മ വരുന്നത്. അതെ അതെ, അതായത് ഈ എന്താ പറയുക, കള്ളപ്പണം എന്നൊക്കെ പറയുമല്ലോ, എവിടെയും കൊണ്ട് മാറാനും പറ്റില്ല. എങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് ഇത് കറൻസിയായി വീണ്ടും കിട്ടുമോ എന്നുള്ള ധാരണയിലാണ് പലരും ഇപ്പോഴും ഉണ്ട്. അങ്ങനെ പഴയ നോട്ടുകൾ കുന്നുകണക്കിന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് പേരെങ്കിലും കാണും. പക്ഷെ ആ നോട്ട് നിരോധന സമയത്ത് സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഏതാണ്ട് 98% മറ്റോ നിരോധിച്ച നോട്ടുകൾ റിസർവ് ബാങ്കിൽ മടങ്ങി എത്തി എന്നാണ്. 98 ആണോ 99 ഏതായാലും ഏറിയ പങ്കും നോട്ട് റിസർവ് ബാങ്കിൽ മടങ്ങി എത്തി, അതാണ് വാസ്തവം. പക്ഷേ ഈ ചെറിയ നോട്ടുകൾ, ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, കുറച്ച് കഴിയുമ്പോൾ ഈ 20 രൂപ 10 രൂപ കറൻസി നോട്ടുകളൊന്നും ഉണ്ടാവില്ല, പകരം കോയിനുകളാകും. ഇനി ഇത് 50 രൂപ തൊട്ട് മുകളിലോട്ടെ സാധ്യതയുള്ളൂ. കാര്യം ഈ നോട്ടുകൾ അച്ചടിക്കുക എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്കിന് ചിലവേറിയൊരു പ്രോസസ്സാണ്. ഏതാണ്ട് 2 രൂപയ്ക്ക് അടുത്ത് ഒരു കറൻസി നോട്ട് അച്ചടിക്കുന്നതിന് ചിലവുണ്ട്. ഇത് വെറും പേപ്പർ അല്ല, അത്യാവശ്യം ക്വാളിറ്റിയുള്ള പേപ്പറിൽ അത് മാഞ്ഞു പോകാത്ത തരത്തിലുള്ള മഷിയൊക്കെയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് 2 രൂപയ്ക്ക് അടുത്ത് ചിലവുണ്ട്. പക്ഷെ കോയിനുകൾ അച്ചടിക്കുമ്പോൾ ഇത് നോട്ടുകൾ ഒരു അച്ചടിച്ച് 1 വർഷത്തിനുള്ളിൽ തന്നെ നിരന്തരമായി പ്രത്യേകിച്ച് ചെറിയ മൂല്യത്തിൻ്റെ നോട്ടുകൾ അത് കേടുപാട് സംഭവിക്കും. അപ്പോൾ ബാങ്കുകൾക്ക് അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഈ ചെറിയ നോട്ടുകളൊക്കെ മാറ്റിയിട്ട് പകരം കോയിനുകൾ ഇറക്കാനായിട്ടുള്ള. ഈ വേൾഡ് ബാങ്കിൽ നമ്മൾ ഇതിന് മൂല്യമുള്ള സ്വർണം വെച്ചിട്ടല്ലേ നമ്മൾ ഈ വേൾഡ് ബാങ്കിലല്ല, റിസർവ് ബാങ്കിൽ. അതായത് അതിൽ ഒരു വരി എഴുതിയിട്ടുണ്ട്, ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് റുപ്പീസ് ഇത്ര. 1 രൂപയാണെങ്കിൽ 1 രൂപ, അതായത് ഈ നോട്ട് കൊണ്ട് കൊടുത്താൽ അതിന് പകരം തുല്യമായ വിദേശ കറൻസിയോ സ്വർണമോ നമുക്ക് നൽകിക്കൊള്ളാം എന്നുള്ള ഉറപ്പാണ് ആ പേപ്പർ കഷ്ണത്തിൽ റിസർവ് ബാങ്ക് എഴുതി അതിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് പതിച്ചേക്കുന്നത്. അങ്ങനെ ഒരു സംഗതി ഉള്ളത് കൊണ്ടാണ് ആ കറൻസിക്ക് ആ മൂല്യം നമ്മൾ കൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ അത് വെറും പേപ്പർ കഷ്ണമാണ്.